നമുക്ക് സന്താനങ്ങൾ വേണം. ഒരു സന്താനം പോരാ. ഒരു സന്താനമാകുമ്പോ രണ്ടു പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ നേർപകുതിയാവുകയാണ്. ചുരുങ്ങിയത് ഒരു 3 or 4 എങ്കിലും മക്കൾ വേണം. 3 കുറയരുത്. ഒന്നിനെ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പറയുന്നു. ഈ ധർമ്മത്തിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി, ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി. അതുകൊണ്ട് പറയാനുള്ളത്, നല്ല അണ്ടശക്തിയും ബീജശക്തിയും ഉള്ളപ്പോൾ കല്യാണം കഴിക്കുക. അതാണ് ആദ്യം വേണ്ടത്. നല്ല അണ്ടശക്തിയുള്ള പ്രായത്തില്, നല്ല ബീജശക്തിയുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഭാരതത്തിലെ, കേരളത്തിലെ അല്ല, 4% കുറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനസംഖ്യ 24.6% കൂടിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കണം, we will conquer the world with population bomb. ജനസംഖ്യാ വർധനമാകുന്ന ബോംബ് കൊണ്ട് ഞങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്താനത്തെ ഉപാസിക്കുക. ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാനാകട്ടെ, ഏത് പാർട്ടി പ്രവർത്തിച്ചാലും, അവർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിച്ചാലും, കോൺഗ്രസ് പ്രവർത്തിച്ചാലും, BJP പ്രവർത്തിച്ചാലും, അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവരൊന്നായിരിക്കും, ഉറപ്പാണ്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഭിന്നിച്ചു. ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണ് നമ്മൾ. അതുകൂടി മാറിയാൽ, നാം ഒന്നായാൽ, ഹിന്ദു താല്പര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിലകൊള്ളൂ, ഹിന്ദു താല്പര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇനിയും നമ്മെ ചൂഷണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല.